അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മിയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് അറിയാത്തവരില്ല. ഇപ്പം ഏറ്റവും ബേസായിട്ടുള്ള വളരെ അക്ഷരങ്ങൾ അറിയാം, എന്നാലാവട്ടെ മറ്റൊന്നും അറിയില്ല, കൂട്ടി വായിക്കാൻ അറിയില്ല. അങ്ങനത്തെ ആളുകളാണ് ഈ ക്ലാസ് ശ്രദ്ധിക്കേണ്ടത്. ബിസ്മിയാണ് ആദ്യം പഠിക്കുന്നത്. ഇതിൽ 4 വേർഡാണുള്ളത്. ബിസ്മി, ല, അർ റഹ്മാൻ, അർ റഹീം. ബിസ്മിയിൽ ഫസ്റ്റ് അക്ഷരം വരുന്നത് ബ ആണ്. ഈ കാണുന്ന ഇവിടെ മൗസ് പോയിൻ്റ് കാണുന്നുണ്ടാവും. ബ എന്ന ലെറ്ററിൻ്റെ അടുത്തൊരു പോയിൻ്റ് കാണുന്നുണ്ട്, ഒരു സർക്കിളായിട്ട് വട്ടത്തിൽ. ഈ ബ എന്ന അക്ഷരം ഇവിടെ ഇങ്ങനെ കുറച്ച് വലുതായിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് സീന് തുടങ്ങുന്നത്. 1 2 3 ഇതാണ് സീന്. അപ്പോൾ ഈ ബ എന്ന അക്ഷരവും സീനും കഴിഞ്ഞിട്ട് മീം, ഈ 3 അക്ഷരങ്ങളാണ് ഈ ഫസ്റ്റ് വേർഡിലുള്ളത്. പിന്നെ 2 3 4 വേർഡാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിലുള്ളത്. അപ്പോൾ ഈ ബാൻ്റെ പുള്ളി എവിടെയാണ്? താഴെയാണ്. അപ്പോൾ ഇവിടെ മേലൊരു പുള്ളി കാണാം. അതെന്താന്ന് ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. ബാക്ക് താഴെയല്ലേ പുള്ളി, മേലെ എന്താ? അത് സീനിൻ്റെ സുക്കൂനാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഖുർആൻ എടുത്ത് നോക്കിയാൽ സുക്കൂൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ശരിക്കും എൻ്റെ ഈ മൗസ് പോയിൻ്റ് സുക്കൂനാണ് വട്ടത്തിൽ. പക്ഷെ ഇങ്ങനെയുള്ള സുക്കൂന് പ്രത്യേകിച്ച് മദീന മുസ്തഫിൽ, സൗദി പ്രിൻറ്റിലൊന്നും കാണൂല. ഇത് ഇവിടെ ഉണ്ടാവുക ഈ ഒരു വി എന്ന് ഇംഗ്ലീഷിൽ എഴുതുന്ന പോലെ. അത് ചെരിച്ചിട്ടാൽ, ഒരു ഇംഗ്ലീഷിൽ വി എഴുതി ചെരിച്ചിട്ടാൽ എങ്ങനെയാണ്, അതുപോലെയാണ് ഈ ഒരു സുക്കൂൻ ഉണ്ടാവുക. അപ്പോൾ സീനിൻ്റെ മേലെ ഈ സുക്കൂൻ ഉണ്ടാവും. ബ, പിന്നെ അതിന് പുള്ളിയിട്ടിട്ട്, ഇത് ബാൻ്റെ പുള്ളിയാണ് താഴെയുള്ളത്, ഇത് സീനിൻ്റെ സുക്കൂനാണ്. പിന്നെ മീമിൻ്റെ താഴെ കെസ്റുണ്ട്. അപ്പം ഇത് പരിചയപ്പെടാം നമുക്ക്. ഈ ഹർക്കത്ത് 2 ഹർക്കത്തുകൾ ഈ ഫസ്റ്റ് വേർഡിൽ നമുക്ക് പരിചയപ്പെടാം. ഹർക്കത്തുകൾ എന്ന് പറഞ്ഞാൽ മേലുള്ള ഈ വള്ളിയും പുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതിനാണ് ഹർക്കത്തുകൾ എന്ന് പറയാം. ഈ താഴെയുള്ള കെസ്റ, ഇതിന് കെസ്റ എന്നാണ് പറയാം. അടിയിലുള്ളൊരു വര, അടിവര മലയാളത്തിൽ പറയുകയാണെങ്കിൽ അടിവര. അവിടെയൊക്കെ അടിവര ഇട്ടുണ്ടല്ലേ, എല്ലാ അക്ഷരങ്ങളുടെ അടിയിൽ കണ്ടില്ലേ, മീമിൻ്റെ അടിയിൽ ഒക്കെ അടിയിൽ 1 2 3 4 5 1 2 3 4 5 6 6 അടിവരകൾ കാണാം. ഈ 6 അടിവരകൾ പോലെ എല്ലായിടത്തും ഉണ്ട്. ഒട്ടുമിക്ക ആയത്തുകളിലൊക്കെ അടിവര. ഈ അടിവരക്കാണ് കെസ്റ എന്ന് പറയാം. ഇത് കെസ്റ ഇടുന്നതോടുകൂടി അറബിക് ലെറ്ററിന് സംഭവിക്കുക ബി, തി, തി, മി, ഇ എന്ന, ഇംഗ്ലീഷിലെ ഇ അല്ലെങ്കിൽ മലയാളത്തിലെ ഇ എന്ന ലെറ്ററാണ്, ഒരു ശബ്ദമാണ് അതിലേക്ക് വരിക. അപ്പോൾ നമ്മൾ നോക്കുക, ബാക്ക് വന്നപ്പോൾ ബി എന്നായി, മീമിന് വന്നാൽ മീ. അപ്പോഴാണ് ബിസ്മി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലിനി ആർക്കും സംശയമില്ല എന്ന് വിചാരിക്കുന്നു. ബിസ്മി, ബിസ്മി, ഇസ് എന്നുള്ളത് ആ ഒരു ശബ്ദത്തിൽ പറയാം. ബിസ്മി എന്ന് പറയുന്ന പകരം ബിസ് കുറച്ചൊന്ന് ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് ബിസ്മി, ബിസ്മി. ചിലർ പറയും ബസ്മി, അങ്ങനെയൊന്നും പറയരുത്. ബി എന്ന സൗണ്ട് തന്നെ വരണം. മീ പിന്നെ എല്ലാവരും അങ്ങനെ പറയുള്ളൂ, അത് മാറ്റമൊന്നുമില്ല. ബിസ്മിൽ ഉണ്ടോ. ഇനി അടുത്തതാണ് ഒരു തജ്വീദ് നിയമം കൂടെ പഠിക്കേണ്ടി വരും അടുത്ത അക്ഷരം പറയണമെങ്കിൽ. ഈ അലിഫ്, അതായത് ഒരു അലിഫും അതൊരു ബലൂണ് പോലെ, നേരത്തെ നമ്മൾ ഇവിടെ കണ്ടുപോയിട്ടുള്ള ഈ വി ചെരിച്ചിട്ട പോലെയുള്ള ഒരു സംഭവം അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു ബലൂണ് പോലെ കാണാം. ശരിക്കും ഖുർആൻ എടുത്ത് നിങ്ങൾ സൂം ചെയ്ത് നോക്കിയാൽ കാണാം. ഇതല്ല ഇത്. ഈ അലിഫിൻ്റെ മേലെ ഇതിന് വസിലിൻ്റെ, ഹംസത്തുൽ വസിൽ, അത് നമ്മൾ പഠിക്കേണ്ട, നിയമത്തിലേക്ക് പിന്നീട് വരാം. ഈ ഒരു അലിഫ് കണ്ടാൽ ബലൂൺ അലിഫ് നമുക്ക് പറയാം. ഈ ബലൂൺ അലിഫ് ഖുർആനിൽ എവിടെ കണ്ടാലും അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക അത് ഉപയോഗിക്കേണ്ടതല്ല, അത് അവിടെ വെറുതെ വെച്ചാന്ന് വിചാരിക്കാം. അങ്ങനെ വിചാരിച്ചാൽ മതി. അങ്ങനെ വെറുതെ, അത് തുടക്കത്തിലാണെങ്കിൽ നമ്മളത് ഉപയോഗിക്കും, അല്ലെങ്കിൽ പിന്നെ നമ്മളത് ഉപയോഗിക്കില്ല. അപ്പോൾ ഈ ഒരു ബിസ്മി എന്നാണ് അവിടെ പറയുക. എന്നിട്ട് ഈ അലിഫിലേക്ക് വരികയാണ്. അപ്പോൾ അലിഫ് നമ്മൾ തൽക്കാലം ഉപയോഗിക്കുന്നില്ല.
അപ്പോൾ ഈ അലിഫ്, ബലൂൺ അലിഫ് എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിലാണ്. ഇപ്പോൾ അൽഹംദു കണ്ടോ, തുടക്കത്തിലാണെങ്കിൽ നമ്മൾ പറയും, ഇടയിൽ വരുന്നത് നമ്മൾ പറയുന്നില്ല. ബിസ്മില്ലാഹി, ബിസ്മില്ലാഹി, ഇവിടെ അലിഫുണ്ട് പക്ഷേ അത് പറയുന്നില്ല. പറയാതെ ഈ ലാം, ഇതെത്ര ലാമാണ്? 2 ലാമാണ്. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ. ആ 2 ലാം ഒന്നിച്ച് ചേർത്താൽ, ഇപ്പം വേറെ നമ്മൾ മലയാളത്തിൽ ക എന്ന് പറയുന്നുണ്ടല്ലോ, അതുപോലെ ലാമിന് ല എന്ന സൗണ്ട് വരികയാണ്, ഷദ് വരുന്നോട് കൂടി ല. അപ്പോൾ ആണ് ബിസ്മില്ല. ഇവിടെ അല്ലോ എന്ന സൗണ്ട് വരില്ല, കാരണം തൊട്ട് മുമ്പുള്ള കാരണങ്ങളിലേക്ക് പോകേണ്ട, അത് കോംപ്ലിക്കേറ്റഡ് ആവും. മില്ല ഉണ്ടോ, ബിസ്മില്ല. അപ്പോൾ വിശദമായ തജ്വീദോടുകൂടെ നമുക്ക് പഠിക്കാം. പക്ഷെ നമ്മളിപ്പോൾ ബേസായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ പോകുന്നത്. അപ്പം ചിഹ്നങ്ങൾ, ഹർക്കത്തുകൾ, കെസ്റ പഠിച്ചു, സുക്കൂന് പഠിച്ചു, ഇവിടെ വസ്ലിൻ്റെ ബലൂൺ അലിഫ് പഠിച്ചു, കെസ്റ വീണ്ടും വന്നു, ബിസ്മി, ബി സ് മി ല. ഈ 2 ലാം ചേരുന്നു, അവിടെ ഷദ്ദും ഫത്ഹയും. ബിസ്മില്ലാഹി, ഈ ഹ എന്നത് ഹി എന്ന സൗണ്ടായിട്ട് ഉച്ചരിക്കും. അപ്പോൾ അവിടെ ഹി എന്ന് തന്നെ പറയണം. ബിസ്മില്ലാഹി, അവിടെ നമ്മുടെ ഹി ഹി എന്ന് മറ്റേ ഹ എന്ന സൗണ്ട്, റഹ്മാനി വരുന്ന ഈ ഹ എടുത്ത് ഇവിടെ ഹി ബിസ്മില്ലാഹി എന്നൊന്നും പറയരുത്. ചിലർ ഈ തജ്വീദൊക്കെ ഒന്ന് ഭംഗിയാക്കാമെന്ന് വിചാരിച്ചിട്ട് തോന്നിയതുപോലൊക്കെ ഓതാറുണ്ട്. ബിസ്മില്ലാഹി, ഈ ഹ എന്നത് നമ്മുടെ നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ട ശബ്ദമാണ്. ഹ, ബിസ്മില്ലാഹി, ഹി ഇലാഹ്. ഓക്കെ, ഒരു ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട് ഹ എന്ന് പറയുമ്പോൾ തന്നെ. അപ്പോൾ ഇതുവരെയുള്ളത് ഒന്ന് ഓതി നോക്കുകയാണെങ്കിൽ, ബിസ്മില്ലാഹി, പിന്നെയും അതേ ബലൂൺ അലിഫ്, അങ്ങനെ പറയാനുള്ളൂ മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇവിടെ ബലൂൺ അലിഫ് വന്നു, അത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, അത് പ്രൊനൗൺസ് ചെയ്യുന്നില്ല, അത് പറയേണ്ടതില്ല. ഈ അലിഫ് വീണ്ടും അലിഫ് വരുന്നു, ആ അലിഫും പറയുന്നില്ല. ബിസ്മില്ലാഹി, എന്നിട്ട് വീണ്ടും ലാം വരുന്നുണ്ട്. പല ആളുകൾക്കുള്ളൊരു സംശയമാണ് അലിഫ് ലാം എവിടെ പറയണം എവിടെ പറയണ്ട എന്നുള്ളത്. വളരെ ഈസിയാണ് കണ്ടുപിടിക്കാൻ. ലാമിന് സുക്കൂൻ ഇല്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യണ്ട. മാത്രമല്ല ഈ ഖുർആനിൽ, ഈ കളർ കോഡഡ് ആയിട്ടുള്ള ഖുർആനിൽ അതൊരു ഗ്രേ കളറിൽ, അതായത് കാണാൻ പറ്റാത്ത അത്ര, മറ്റതൊക്കെ ബ്ലാക്ക് ആണല്ലോ, അത് ഒരു കാണാൻ പറ്റാത്ത രീതിയിൽ ആ അക്ഷരം കാണാൻ പറ്റും. അപ്പോൾ അത് പറയേണ്ടതില്ല. ബിസ്മില്ലാഹി റഹ്മാനി, അപ്പോൾ അവിടെ നേരെ ഹി കഴിഞ്ഞിട്ട് 2 അക്ഷരങ്ങൾ മൈൻഡ് ചെയ്യാതെ നമ്മൾ റാലേക്ക് ജമ്പ് ചെയ്യുന്നു. ബിസ്മില്ലാഹി റഹ്. ഈ റാ അത്ര വലിയ കട്ടിക്കാരനാവാൻ കാരണം മുകളിലുള്ള ഷദ്ദൻ, ആ ഷദ് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. തുടക്കക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് ഇതിങ്ങനെ കൃത്യമായിട്ട് ഓരോന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ കെസ്റയും സുക്കൂനും പഠിച്ചു, 2 ചിഹ്നങ്ങൾ പഠിച്ചു. പിന്നെ പുള്ളി എല്ലാവർക്കും അറിയാം, ഈ പുള്ളി ഇട്ട് കഴിയുമ്പോൾ ബാൻ്റെ സൗണ്ട് അവിടെ താഴെയാണ് പുള്ളി വന്നത്. കെസ്റയും സുക്കൂനും 2 പഠിച്ചത്. പിന്നെ ഈ ബലൂൺ അലിഫിൻ്റെ ഈ ഒരു ചിഹ്നവും പഠിച്ചു. ഇനി ഈ ഷദ് കൂടി പഠിക്കുക. ഈ ഡബ്ല്യു എന്ന് എഴുതിയതുപോലെയുള്ള ഈ ഷദ്ദിനെ, അക്ഷരത്തെ നേരത്തെ പറഞ്ഞിരുന്നു ക എന്ന സൗണ്ട് വരുന്ന പോലെ ഏത് അക്ഷരത്തിൻ്റെ കൂടെയാണോ വരുന്നത് ആ അക്ഷരം സ്ട്രോങ് ആവും, ഡബിൾ സ്ട്രോങ്. അപ്പം ബിസ്മില്ലാഹി റ ഉണ്ടല്ലേ, റ ഒരു നമ്മൾ നാട്ടിൽ ഓട്ടോറിക്ഷ ഒക്കെ പോകുന്ന ആ ഒരു സൗണ്ടിലേക്ക് ഷദ്ദിനെ വരും, റ ഉണ്ടല്ലേ, റ. ബിസ്മില്ലാഹി റഹ് റഹ് റഹ്. ഈ ഹ ഈ ഹ അല്ല, ഈ ഹ ഈ ഹ അല്ല, ഈ ഹ ഈ ഹ അല്ല. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലാവാൻ അങ്ങനെ പറയുന്നത്. ഹ ഹ. റഹ് റഹ്മാനി, മീം ഇവിടെ ഉണ്ട്. ഈ മീം മാ എന്ന് നീട്ടാൻ കാരണം ഒരു ചെറിയൊരു വരയാണ്. ഇവിടെ ഒരു ഓറഞ്ച് കളറിലായിട്ട് കാണാം ലൈറ്റ്. മാ എന്ന് വരുന്നത് ഈ അലിഫിൻ്റെ ചെറിയ, ഒരു വലിയ അലിഫല്ല ഇത്, കുറേ നീട്ടരുത്. ചിലർ തജ്വീദ് നന്നാക്കാൻ വേണ്ടി പാട്ട് പാടും, അതൊന്ന് വേറെ മാനി അത്രേ പാടുള്ളൂ. നമ്മൾ നീട്ടേണ്ടടുത്ത് നീട്ടണം എന്ന് പറയുന്ന പോലെ നീട്ടാൻ പാടില്ലാത്തടുത്ത് നീട്ടാനും പാടില്ല. അപ്പോൾ റഹ്മാനി, ഇവിടെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരെയും ഒക്കെ ആയതുകൊണ്ട്
കൺഫ്യൂഷൻ ആവരുത്. മീം കഴിഞ്ഞ് നൂനാണ് ഇനി ഫോക്കസ്. നൂൻ. ഈ നൂൻ്റെ പുള്ളി ഇവിടെ കിടക്കുന്നത്, നൂൻ ഇവിടെയാണുള്ളത്. നൂൻ. ഈ നൂനിന് കെസ്റിട്ടു. നൂനിന് കെസ്റ എന്ന് പറഞ്ഞാൽ അടിവര, നി എന്ന സൗണ്ട് വരും. ഇവിടെ ഹി വന്ന പോലെ, ഇവിടെ മീ വന്ന പോലെ, ഇവിടെ ബി വന്ന പോലെ, ഇവിടെ നീ ആയി. ഇവിടെ കെസ്റ വെച്ചിട്ട് ബിയും മീയും ഹീയും നീയും പഠിച്ചു. റഹ്മാനി, ഹാക്ക് സുക്കൂൻ വന്നുകൊണ്ടാണ് റഹ്മാനി എന്ന് പഴയ ആളുകൾ ഓതാറുണ്ട്. റഹ്മാനി ഇല്ല, അത്ര മതി. റഹ്മാനി, റഹ്മാനി. ബിസുമില്ല ഉണ്ടല്ലേ, ആ ഒരു പഴയ ശൈലിയാണ്, അത് ശരിയല്ല. ബിസ്, അതാ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ബിസ് എന്ന സൗണ്ട് വരണം, അല്ല ബിസുമില്ല പറയരുത്. ബിസുമില്ല അങ്ങനെ പറയരുത്. ബിസ്മില്ലാഹിർ റഹ്മാനി പറയരുത്. ഉണ്ടല്ലേ, റഹ്മാനി. പിന്നെ ഈ അലിഫ്ലാമിന് എന്താണോ ഇവിടെ പറഞ്ഞ നിയമങ്ങൾ അതൊക്കെ ഇവിടെയും ബാധകമാണ്. ഇവിടെയും ലാമിന് സുക്കൂനില്ല, അപ്പോൾ ആ ലാമിനെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ടത് അലിഫ്ലാം അല്ല കേട്ടോ. ഇത് അലിഫ് ഇവിടെ പിന്നെ റഹ്മാനി എന്ന ശേഷം വന്ന അലിഫാണ്. ഓക്കെ, അതായത് അർ-റഹ്മാനി എന്നത് അർ-റഹീം എന്ന് ഇവിടെ പറഞ്ഞ പോലെ അർ-റഹീം എന്ന് ഒറ്റക്ക് നിൽക്കുമ്പോൾ നമ്മൾ പറയേണ്ട അലിഫാണിത്. എന്നാൽ അവിടെ ഇത് നൂനുമായിട്ട് ബന്ധമല്ല, മീമുമായിട്ട് ബന്ധമല്ല, ഈ ലാമിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ റഹ്മാനി റഹീം. ഇനി നാലാമത്തെ വേർഡാണ് പഠിക്കാൻ പോകുന്നത്, റഹീം. അത് ഇവിടെ പഠിച്ചതുകൊണ്ട് ആ ശബ്ദം തന്നെയാണ്, സെയിം ലെറ്ററാണ്, പുതിയൊന്നും പഠിക്കാനില്ല. ഹൈം. ഇനി യാ പഠിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട തജ്വീദുമായിട്ട് ബന്ധപ്പെട്ടും പഠിക്കേണ്ട ഒരു സംഗതിയാണ്. ഇവിടെ ഈ യാക്ക് കളർ മാറ്റിയിട്ടിട്ടുണ്ട്. ഇത് മദ് ലെറ്ററാണ്, നീട്ടി ഓതാനുള്ളതാണ്. റഹീം. ഒരുപാട് നീട്ടേണ്ടതില്ല. നല്ല തജ്വീദിൻ്റെ ഓത്തുകാരാണ് എന്ന് ആളുകളൊന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചൊക്കെ ചിലർ ഒരുപാട് നീട്ടി ഒന്ന് കാണാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. റഹീം വേണേ കുറച്ചുകൂടെ നീട്ടാം, അതിലപ്പുറത്തേക്ക് വേണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ-റഹീം ഒറ്റക്ക് പറയുകയാണെങ്കിൽ ഇവിടെ നുർ-റഹീം. ചെറിയ കുട്ടികളൊക്കെ ഓതും റഹ്മാനുർ റഹീം. നു അല്ല, നീ തന്നെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹീം. ഇതാണ് ബിസ്മിയായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇവിടെ കെസ്റ, ഫത്ഹ, ഷദ്, സുക്കൂൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും പഠിക്കാനില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതാണ് തജ്വീദ്. പിന്നെ അത് നമുക്ക് നന്നാക്കി തിലാവ എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നാക്കാമല്ലോ. കൂടുതൽ നന്നായിട്ട് മധുരമായ ശബ്ദത്തിലൊക്കെ ആക്കി ഓതാനും പറ്റും. പക്ഷേ ഏറ്റവും തജ്വീദോടെ തിലാവ ചെയ്യലാണ് നല്ലത്. തിലാവ വേണം, തജ്വീദും വേണം. തജ്വീദ് വിചാരിച്ചിട്ട് തിലാവ മോശമായി പോകേണ്ട കാര്യമില്ല. തിലാവ നന്നാക്കിയിട്ട് തജ്വീദ് കൊളാക്കാനും പാടില്ല. ഈ 2 ലെസണും ഇതിൽ നമ്മൾ പഠിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുറച്ച് നീട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ഓവറായിട്ട് മദ് നീട്ടി പോകേണ്ട കാര്യമില്ല. ഇൻഷാ അല്ലാഹ് ഇനി ഓരോ വീഡിയോയിലായിട്ട് ഓരോ ആയത്തുകൾ ഇതുപോലെ ഇൻഷാ അല്ലാഹ് കണ്ടിന്യൂ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.